ഹലോ ഗൈസ്. വാമി പെണ്ണിന് പനി പിടിച്ചു പോയി കേട്ടോ. അപ്പൊ വാമിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അപ്പൊ വാമിക്ക് കഞ്ഞി വേണമെന്നാണേ പറയുന്നത്. അപ്പൊ വാമിക്ക് നമുക്ക് കഞ്ഞിയാക്കി കൊടുത്താലോ? അപ്പൊ കഞ്ഞിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആയ കോവയ്ക്കുണ്ട്, അതും കൂടെ പറിച്ചൊരു മെഴുക്കുവരട്ടിയും കൂടെ ആക്കി കൊടുക്കാവേ. അപ്പൊ നമുക്ക് പോയാലോ? പോവാ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് കേട്ടോ ഈ കോവൽ. അങ്ങനെ വലിയ കോവൽ കൃഷിയൊന്നുമില്ല, ചെറുങ്ങനെ ഒരു തണ്ട് നമ്മൾ നട്ടു കൊടുത്താൽ കേട്ടോ. അതിന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കോവയ്ക്ക ആവുന്നുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ടായതാണ് കേട്ടോ. നമ്മൾ ഈ കോവൽ അങ്ങ് വെട്ടി വിട്ടിട്ട് നമുക്ക് ഫുള്ള് വള്ളിയെല്ലാം കിളുത്തിട്ട് ഇപ്പോൾ ആദ്യമേ ആയതാണ് കേട്ടോ ഈ കോവയ്ക്ക. വാമിക്കുള്ള കറിക്കുള്ള കോവയ്ക്ക എന്തായാലും ഒരു 5-6 ഇതിനകത്ത് കിട്ടി. വീടിൻ്റെ പുറകിൽ തന്നെ ചെറുങ്ങനെ ഒരു വലയിട്ടിട്ട് അതിൻ്റെ പൊക്കത്തേക്കാട്ടോ നമ്മൾ ഈ കോവൽ അങ്ങ് കയറ്റി വിട്ടിരിക്കുന്നത്. അങ്ങനെ വലിയ പന്തലൊന്നും നമ്മളങ്ങ് കൊടുത്തിട്ടില്ലേ. കഴിഞ്ഞ വർഷമെല്ലാം നമുക്ക് നല്ലപോലെ കിട്ടിയായിരുന്നു കേട്ടോ ഇതിൽ നിന്ന് കോവയ്ക്ക. അപ്പോൾ കുഞ്ഞിന് ഇത്രയും നമുക്ക് വേണ്ടു. ഈ സമയത്ത് ഇപ്പം മിക്ക വീടുകളിലും കോവയ്ക്ക നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടാവും. നോക്കിക്കേ, ഇതിൻ്റെ നീളം നല്ല അടിപൊളി കോവയ്ക്കയാണ് കേട്ടോ. അതേപോലെ ടേസ്റ്റും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പച്ചക്കറി കൃഷി നമുക്ക് ഇവിടെ ഉണ്ട്. ഇതൊരു പാവല കേട്ടോ, കാട്ടുപാവൽ. കുഞ്ഞു കുഞ്ഞു പാവയ്ക്ക കേട്ടോ ഇതിൽ പിടിക്കുന്നത്. ഇതിൽ പിടിച്ചാലും നിറച്ച് നമുക്ക് പാവയ്ക്ക കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ചീര നട്ടിട്ടുണ്ടായിരുന്നു, ആ ചീരയെല്ലാം നമ്മൾ പറിച്ചെടുത്തായിരുന്നു കേട്ടോ. ബാക്കി ഇതിൻ്റെ കുറ്റി ഇവിടെ തന്നെ നിർത്തി. അതിലും കുറച്ച് കുറച്ച് മുള വരുന്നുണ്ട് ചീരയുടെ. ഒന്നും കൂടെ പറിച്ചതിന് ശേഷം നമുക്ക് ആ ചീര അങ്ങ് പറിച്ച് കളയാവേ. അന്നേരം നമുക്ക് വേഗം പോയി കോവയ്ക്ക മെഴുക്കുവരട്ടി ആക്കാം കേട്ടോ. കോവയ്ക്കെല്ലാം അരിഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പയിൽ നമ്മൾ പാത്രം വെച്ച് അതിൽ എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. നല്ല പാങ്ങിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. വാമിപ്പെണ്ണിന് പനി ആയതുകൊണ്ട് തന്നെ രാവിലെ ദോശയൊന്നും ആക്കി കൊടുത്തിട്ട് ആൾ തിന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി കഞ്ഞി ആക്കി കൊടുത്താൽ കുടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം കോവയ്ക്ക പറിച്ച് മെഴുക്കുവരട്ടി ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണേ. നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം, അന്നേരം ആയി കിട്ടുവേ. അതിലേക്ക് നമ്മുടെ കോവയ്ക്കയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങിലത് ഇളക്കാവേ. ഇതിൽ നമ്മൾ കുറച്ച് പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ എണ്ണയിൽ കടന്ന് തന്നെ നല്ല ആവിക്ക് അത് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വാമിക്കുള്ള കഞ്ഞിയും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു പപ്പടവും കൂടെ കാച്ചാലോ എന്ന് വിചാരിച്ച് ഒരു പപ്പടവും കൂടെ അങ്ങ് കാച്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വാമിക്ക് ചോറ് കൊടുക്കാം. അടിപൊളിയാണോ? ഒന്നാമത് പനി പിടിച്ച സമയത്ത് നമുക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും കുറച്ച് കഞ്ഞി തന്നെയായിരിക്കും ഇഷ്ടം. അപ്പം ഞങ്ങൾ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് വരാവേ. അല്ലേ മാമി? കഞ്ഞി മൊത്തം കുടിക്കുമോ? അപ്പോൾ മാമി മൊത്തം കുടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.